ഹലോ ഗൈസ് നമസ്കാരം. എൻ്റെ ഒരു അൽത്താഫ് എന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും. ഞാനിപ്പോൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതിന് കുറച്ച് വീഡിയോസ് ഇതുപോലെ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡെയിലി ഡെയിലി അല്ലെങ്കിലും സമയം കിട്ടണ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഞാൻ യുകെയിൽ പഠിച്ചതാണ്. യുകെയിൽ എംഎസ്സി ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് കാർഡിഫ് മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി വെയിൽസിലാണ് പഠിച്ചത്. അതിനുശേഷം 2 വർഷത്തോളം യുകെയിൽ ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. ആ, പിന്നെ എല്ലാവർക്കും പോലെ എന്താ പറയുക, സെയിം ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ യുകെയിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും വിസ, അതായത് കെയർ ഹോം വിസയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റ് വിസയോ അങ്ങനെ വിസയൊന്നും എടുക്കാതെ ഞാൻ തന്നെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് എൻ്റെ ഫീൽഡിൽ തന്നെ എനിക്കൊരു ജോലി കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. യുകെയിൽ ഞാൻ കുറേ നോക്കി. യുകെയിൽ ജോലി ഉണ്ടായിരുന്നു, പക്ഷേ വിസ കിട്ടാൻ അറിയാമല്ലോ, ഇപ്പം ഇന്നത്തെ കാലത്ത് വിസ കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് യുകെയിൽ. £44,000 സാലറി ത്രഷോൾഡും ഒക്കെ വന്ന സ്ഥിതിക്ക് സ്വന്തം ഫീൽഡിൽ, പഠിച്ച ഫീൽഡിൽ ഒരു വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഹെൽത്ത് കെയർ സെക്ടറിനെ പറ്റിയല്ല പറയണത്, ബാക്കിയുള്ള സെക്ടേഴ്സിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇപ്പോൾ വിസ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ അതിന് ശേഷം യുകെയിൽ പഠിച്ചതിന് ശേഷം ഞാനിപ്പോൾ പഠിച്ച എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷം ഞാനിപ്പോൾ യുഎഇയിലേക്ക് മൂവ് ചെയ്തു. കാരണം യുഎഇയിലും പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഫീൽഡിൽ ജോലി കിട്ടാൻ പറ്റിയൊരു സ്ഥലമാണ് യുഎഇ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. അപ്പോൾ ഈ വീഡിയോ യുകെയിൽ നിന്ന് ദുബായിലേക്ക് വന്ന് ജോബ് നോക്കണ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ മഴയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം. അത്യാവശ്യം വെയിലുണ്ട് ഇന്നത്തെ ദിവസം. ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജോബ് നോക്കാൻ പറഞ്ഞവർക്ക് നല്ല ഒരു ടൈമാണ്. കാരണം ക്ലൈമറ്റ് നമുക്ക് നല്ലതാണ്. ഇപ്പോൾ യുകെയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ചില്ല് ക്ലൈമറ്റ് ആണല്ലോ. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇപ്പോൾ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. പുറത്തൊക്കെ ജോബ് തപ്പി പോകാനും ഇൻ്റർവ്യൂക്കൊക്കെ പോകാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈം തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇങ്ങനൊരു ടൈം തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സെപ്റ്റംബർ ടൈമിലൊക്കെയാണ് വരികയാണെങ്കിൽ നല്ല ചൂടാണ്. ഇവിടുത്തുള്ള ആൾക്കാരെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇവിടുത്തെ ചൂട്. നമുക്ക് പറ്റില്ല. ഇപ്പം തന്നെ വന്നിട്ട് നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് ദിവസം പറ്റില്ലായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ അങ്ങോട്ട് റൂമിലൊക്കെ എ സി ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ റൂമിലൊക്കെ എ സി ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. അപ്പോൾ ഡെയിലി എന്താ അവിടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കാലത്ത് എണീക്കുക, ജോലിക്ക് അപ്ലൈ ചെയ്യുക, 40-50 ജോലികൾക്ക് അപ്ലൈ ചെയ്യുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനിപ്പോൾ ഇത്ര നാൾ അപ്ലൈ ചെയ്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസ് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം വെച്ചാൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ യുകെയിൽ എനിക്ക് ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടായിട്ടില്ല. കാരണം യുകെയിൽ എന്താ പറയുക, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കുറവ് കൊണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം ഇൻ്റർവ്യൂ കോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇൻ്റർവ്യൂ കോഴ്സ് കുറവായിട്ടാണത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഇന്ത്യൻ കമ്പനികൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അവർ പ്രൈസ് ഓവർ ക്വാളിറ്റി എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഒരു സാലറിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് സാലറി കുറവായിരിക്കും. ഇപ്പോൾ ഞാൻ £30,000 സാലറിയിൽ വർക്ക് ചെയ്യുന്ന വെച്ചാണ്. അപ്പോൾ അറിയാമല്ലോ, അപ്പോൾ ആ ഒരു മന്ത്ലി സാലറി കിട്ടിയിട്ട് ഇവിടെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ £3,500 £4,000 ഒക്കെ കിട്ടുമ്പോൾ നമുക്കതൊരു ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു. അപ്പോൾ എനിക്ക് 1-2 ജോലികൾ അങ്ങനെ കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യണം. കാരണം എനിക്ക് ഇനിയും ടൈമുണ്ട്. എൻ്റെ വിസ തീരാനുള്ള ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഡെയിലി. പക്ഷേ ഇൻ്റർവ്യൂ കോൾസ് കുറവാണ് വരണത്. പിന്നെ നമ്മുടെ യുകെയിലെ CV അല്ല നമ്മളിവിടെ എന്താ പറയുക കൊടുക്കണ. UAE CV തന്നെ ഭയങ്കര ഡിഫറൻ്റാണ്. അപ്പോൾ UAE CV നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ലേറ്റീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ക്രിയേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ യുകെയിലെ CVയിലെ പോലെയല്ല, ഇവിടെ UAE CVയിൽ നമ്മൾ ഫോട്ടോസ്, പിന്നെ നമ്മൾ ജനറൽ ഫോട്ടോ വെക്കുക നമ്മളുടെ, പിന്നെ ജനറൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് വിസയിലാണ്, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ മാരീഡ് ആണോ സിംഗിൾ ആണോ, ഈ കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞ പോലെ ChatGPT നോക്കി കഴിഞ്ഞാൽ ഒരു CV ഫോർമാറ്റ് കിട്ടും. അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ UAE CV ഫോർമാറ്റ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊരു നല്ലൊരു CV ക്രിയേറ്റ് ചെയ്യുക, ഡെയിലി അപ്ലൈ ചെയ്യുക. ഇതിൽ ഏറ്റവും ഇവിടെ കൂടുതലും അപ്ലൈ ചെയ്യേണ്ട പ്ലാറ്റ്ഫോംസ് വെച്ചാൽ ലിങ്ക്ഡിൻ, പിന്നെ ഇൻഡീഡ്, നോക്കറി ഗൾഫ്, ഇതൊക്കെയാണ്. അതിൽ ലിങ്ക്ഡിൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല നല്ല കമ്പനികൾ ലിങ്ക്ഡിനിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇൻഡീഡ് എന്ന് പറയുമ്പോൾ ഒരു മിഡ് സൈസുള്ള കമ്പനികൾ മൊത്തം
ഇന്ത്യയിലുണ്ടാവും. ഇന്ത്യയിലെന്ന് വെച്ചാൽ നല്ല കമ്പനികളും ഉണ്ടാവും, മിഡ് സൈസുള്ള കമ്പനികളും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ കോളുകൾ വന്നേക്കണത് ഇന്ത്യയുടെ ത്രൂ ആണ്. കാരണം ഇന്ത്യയുടെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. ലിങ്ക്ഡിനിൽ കമ്പനികളുടെ ഒരു ഇത് കുറവാണ്. പക്ഷേ നല്ല നല്ല കമ്പനികളാണ് ലിങ്ക്ഡിനിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ആസ് എ യുകെന്ന് വന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് എപ്പോഴും കയറേണ്ടത് നമുക്ക് എംഎൻസിയിൽ കയറി പറ്റാന്നുള്ളതാണ്. എംഎൻസിയിൽ കയറി പറ്റിക്കാൻ അത്യാവശ്യം നല്ല സാലറി ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പീരിയൻസ് യുകെയിലെ എക്സ്പീരിയൻസ് ഇവിടെ അവരെടുക്കും. മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ കമ്പനികളിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ യു എ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അത് മെയിനായിട്ട് സാലറി നെഗോസിയേഷന് വേണ്ടിയിട്ടാണ് അവർ ചോദിക്കണത്. കാരണം എക്സ്പീരിയൻസ് എല്ലായിടത്തും ഒന്ന് തന്നെയാണല്ലോ. ഈ പറഞ്ഞ പോലെ ഏത് ഫീൽഡ് ഇപ്പോൾ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്താലും നമ്മൾ വർക്ക് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് യുകെയിൽ. ഇവിടെ വർക്ക് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഇന്ത്യൻ കമ്പനികൾ എക്സ്പീരിയൻസ് ചോദിക്കും. പക്ഷേ ഡെസ്പ് ആവണ്ട, നല്ല നല്ല കമ്പനികളിൽ കയറുകയാണെങ്കിൽ അത്യാവശ്യം യൂറോപ്യൻ കമ്പനികളിലോ അതേ പറഞ്ഞ പോലെ എംഎൻസികളിലൊക്കെ കയറി കഴിഞ്ഞാൽ അവർ നമ്മുടെ യുകെ എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് എനിക്ക് വന്നായിരുന്നു. അപ്പോൾ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്കില്ലും നോളേജും നമുക്ക് കാണിക്കണം. നമ്മൾ ടേബിളിൽ എന്തോ വെക്കണോ, അതായത് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തായിരുന്നു. അതായത് ഇവിടെ ഈ പറഞ്ഞ പോലെ ഇത് വേണം, അതായത് എന്താണ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ റെഫറൻസ് വേണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തായിരുന്നു. അത് സത്യമാണ്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റിമൂവ് ചെയ്തു. കാരണം വെച്ചാൽ പലരും വിചാരിച്ച റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് മാത്രമേ ഇവിടെ ജോലി കിട്ടുള്ളൂ, റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്നൊരു നെഗറ്റീവായിട്ടൊരു സാധനം പോയി. പക്ഷെ അങ്ങനെയല്ല, റെക്കമെൻഡേഷൻ റെഫറൻസ് ഉണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ളൊരു അപ്പർ ഹാൻഡ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക്, അതായത് മെയിനായിട്ടെന്ന് വെച്ചാൽ നെറ്റ്വർക്കിംഗ്, നമുക്ക് അത്യാവശ്യം നെറ്റ്വർക്ക് ഉണ്ട് ഇവിടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കമ്പയർഡ് ടു യുകെ. കാരണം യുകെയിൽ നമ്മൾ അങ്ങനെ നെറ്റ്വർക്ക് റെഫറൻസ് അങ്ങനത്തെ ബേസിലല്ലല്ലോ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, പോയി ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ കിട്ടാൻ ഒരു കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ മാക്സിമം ഈ പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ ത്രൂവോ അല്ലെങ്കിൽ നേരിട്ടോ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചോ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ നോക്കുക. ജോലി ഉണ്ടോയെന്ന് ചോദിക്കുക. അതിലൊരു നാണക്കേടും തോന്നണ്ട. അതായത് എല്ലാവരുടെ അടുത്തും കാണുന്നവരടുത്തൊക്കെ ചോദിക്കുക, അങ്ങനെ ജോലി ഉണ്ടോ, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുക. കമ്പനി എല്ലാവരുടെ അടുത്തും. അതാണ് അവിടെ മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ജോലികൾക്ക് മാക്സിമം അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്താൽ ജോലി കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കിതൊരു ജോലി കിട്ടിയിട്ടില്ല. ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ ഞാൻ പറയാം, അതായത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്താൽ ജോലി കിട്ടും എന്നുള്ളതൊക്കെ അപ്ലൈ ചെയ്യാൻ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ ഇനി എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ യുകെയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ യുഎഇയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടംപോലെ മെസ്സേജസ് വന്നായിരുന്നു, അതായത് യുകെയിൽ നിന്ന് യുഎഇയിലേക്ക് വന്നിട്ട് ജോലി നോക്കാണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വരുന്ന വീഡിയോകളിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യണത്, എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയത്, എവിടെയൊക്കെയാണ് കിട്ടിയത്, എത്രയൊക്കെ സാലറിയാണ് പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ളത് പറയാം. എനിക്ക് ഇതുവരെ മനസ്സിലായെന്ന് വെച്ചാൽ 3500 4000 സാലറി കിട്ടാൻ വലിയ പാടൊന്നുമില്ല, ജോലി കിട്ടാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. പക്ഷെ ഞാനൊരു നോക്കണത് 6000 സാലറി റേഞ്ചിലുള്ള ഒരു ജോലി നോക്കണം. കാരണം എനിക്ക് 5 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു റേഞ്ചിലുള്ള സാലറിയാണ് നോക്കണത്. അത് ഇതുവരെ ആയിട്ടില്ല. ട്രൈങ് മൈ ബെസ്റ്റ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഉള്ള വീഡിയോസിൽ ഞാൻ എങ്ങനെയാണ് ജോലി അപ്ലൈ ചെയ്യണത്, യുഎഇയിലെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.